അപ്പോൾ എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് പട്ടായയിൽ നൈറ്റ് വൈബ് കണ്ടുകൊണ്ടിരിക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 30th ഈവനിങ് ആണ് പട്ടായ എത്തിയത്. ഇതുണ്ടോ, ഭയങ്കര ക്രൗഡഡ് ആണ്. ഭയങ്കര നമ്മുടെ പള്ളിയിലെ അമ്പലത്തിലെയൊക്കെ ഇതുപോലെ പെരുന്നാൾ ഉത്സവമൊക്കെ പോലെ അതിനേക്കാളൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. വാക്കിംഗ് സ്ട്രീറ്റ് അടിപൊളിയാണ്. അതാണ് ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ്, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡ്. അപ്പം അവിടെ നിറച്ച് ഇങ്ങനെ റോഡിൻ്റെ ഒരു സൈഡിൽ ബീച്ച്, അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഭയങ്കര വലിയ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും പിന്നെ മോളുകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഹോട്ടലിരിക്കുന്നത് ശരിക്കും വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ജസ്റ്റ് അപ്പുറത്തെ ആ റോയിലാണ് എൻ്റെ ഹോട്ടലിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകും. അതുണ്ടോ, ഫുള്ള് നൈറ്റ് വൈബാണ്. ഇതുണ്ട്, നിറച്ച് ബാറുകളാണ്. ഞാൻ ആ പോകുന്ന വഴിക്ക് നിറച്ച് ഫുള്ള് ആ നൈറ്റ് ബാറുകളും പിന്നെന്താ ട്രീ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ റെസ്റ്റോറൻറ്റ്സും പിന്നെ ബാറ് പബ്ബ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ, ഭയങ്കര ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനമാണ് ഇത്തവണ. ഭയങ്കര അടിപൊളി ഒരു വൈബാണ്, ഫുള്ള് മ്യൂസിക്കും. അപ്പം ഭയങ്കര അടിപൊളി മ്യൂസിക്കുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ. ഇത് കണ്ടോ, ട്രീ ടൗൺ എന്ന് പറയുന്ന ഏരിയയിലും ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു ഷോപ്പുകളും തട്ടുകടകളും പിന്നെ അവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു എന്തെങ്കിലും നമുക്ക് വാങ്ങാനുണ്ടാവും. കണ്ടോ, ഇഷ്ടം പോലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നേറ്റീവ്സിനേക്കാൾ കൂടുതൽ ഫോറിനേഴ്സാണ് ഇത്തവണ എന്നല്ല, പണ്ടും പട്ടായയും ബാങ്കോക്കൊക്കെ ഭയങ്കര ഫുൾ ഫോറിനേഴ്സായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് തായ്ലൻഡിൽ ഭയങ്കര കൂടുതലാണ്. ബാങ്കോക്കും പട്ടായയൊക്കെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ് ഇവിടെ. പിന്നെ നമുക്ക് ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പെരുന്നാളിനൊക്കെ പോയി ഇങ്ങനെ ലൈറ്റിങ്ങും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പകൽ കാണുന്ന ഒരു ഫീലേ ആയിരിക്കത്തില്ല രാത്രി ഉണ്ടാവുക. അതൊരു ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ്. ഞാൻ ചുമ്മാ പിന്നെ ട്രീ ടൗണിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പിന്നെയും വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വന്നു. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ ഉള്ള ഒരു പിന്നെ നൈറ്റ് വൈബിൻ്റെ അടുത്തേക്ക് എത്തിയില്ല. ഇത് ഫുള്ള് ബീച്ചസ്. ഇവിടെയൊക്കെ ലൈറ്റ്സൊക്കെ ഓഫായി. അപ്പുറത്തെ സൈഡിലാണ് ലൈറ്റ്സൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ പട്ടായ എന്നൊക്കെ എഴുതി, അവിടെ ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ആ കിടക്കുന്ന ഫുള്ള് ബോട്ടുകളാണ് കേട്ടോ. ആ കാണുന്ന കടലിലിങ്ങനെ ജസ്റ്റ് നിങ്ങൾ കാണുന്ന ഫുള്ള് ബോട്ടുകളാണ്. നിറച്ച് ഒത്തിരി ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ. ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് ഒരു ബിയറൊക്കെ കയ്യിൽ പിടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് വെള്ളം അടിച്ച് ഒരു പ്രത്യേക വൈബ്. ഇതുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. വെള്ളം അടിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ അപ്പുറത്ത് ആ ഒരു ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ DJ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പം വാവ്, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകണമെന്ന്. പക്ഷേ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടുത്താന്ന് തോന്നുമെങ്കിലും പക്ഷേ ആക്ച്വലി ഒരു 1.5 കിലോമീറ്റർ ഇവിടുന്ന് നടക്കാനുണ്ട്. എന്തായാലും പോകാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ ഈ കടൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക വൈബല്ലേ ഇങ്ങനെ രാത്രി കടൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ആ ഒരു സൗണ്ടും ഒക്കെ ഒരു ഭയങ്കര ഫീൽ. ഞാൻ കുറച്ച് സമയം ഈ കടലിൻ്റെ അടുത്തിരുന്നു കേട്ടോ. എന്താ പറയുക, ഒന്ന് കാണാൻ വേണ്ടി. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്കിങ്ങനെ ഇവിടെ ഷീറ്റൊക്കെ വിരിച്ച് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ് ഇവിടെ. കണ്ടോ, ഇത്രയും ആൾക്കാരാന്ന് കണ്ടോ.
ഇതിനേക്കാൾ കൂടുതലുണ്ട് കേട്ടോ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നടക്കുമ്പം. ഇവിടെ ആൾ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഇരിക്കാനൊന്നും സ്പേസ് ഉണ്ടാവത്തില്ല. പിന്നെ ഇതേപോലെ കടൽ കാണാനും പറ്റും. ഇതാണ് വെറൈറ്റി, ന്യൂ ഇയർ വെറൈറ്റി. ഇതെന്താന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് ജസ്റ്റ് പുഴുവാണ് കേട്ടോ. ഇതാ ഇതും പുഴുവാണ്. പുഴുവിനെ എടുത്ത് ഫ്രൈ ചെയ്ത് ഉളക്കി വരട്ടി വെച്ചേക്കുന്നതാണ്. ഇത് എന്തോ ഒരു ടൈപ്പ് വണ്ടുകൾ. അടിപൊളിയല്ലേ? ചുമ്മാ ബീച്ചിൽ ഇത് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് കുറിക്കാൻ വണ്ടുകളെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ആർക്കെങ്കിലും വായിൽ വെള്ളം ഊറുന്നുണ്ടോ? ഇനി ഇതേപോലത്തെ കുറേ ഫുഡ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഞാൻ എന്നിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. ഞാൻ കുറച്ച് സ്പീഡിലാക്കി തരാം. ഇതിങ്ങനെ നടന്ന് കുറേ ദൂരം നടക്കണം. അപ്പം കുറേ സ്ഥലങ്ങളിൽ ലൈറ്റിംഗ് അധികം ഇല്ല. കുറച്ചും കൂടെ പാർട്ടി നടക്കുന്ന ആ ഭാഗത്തേക്കാണ് ലൈറ്റിംഗ് കുറച്ച് കൂടുതൽ. ഇവിടെ ഒട്ടും ലൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറേ കുഞ്ഞു ഷോപ്പുകൾ, ടീഷർട്ട്സ് അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ ഫുള്ള്. കണ്ടോ? ഇവിടെ ഒന്നും ഒട്ടും ലൈറ്റില്ല കേട്ടോ. അപ്പം ആൾക്കാരിങ്ങനെ ജസ്റ്റ് കടലേക്ക് നോക്കി ഇരിക്കുക. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പകലാണ് കൂടുതൽ സെയിൽസ്. അപ്പം ബാക്കി നൈറ്റൊക്കെ വേറെ DJ പാർട്ടി നടക്കുന്ന ഏരിയയിലായിരിക്കും. ഇത് ഫുൾ കീ ചെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പം ഇതിലൊന്നും അധികം ആൾക്കാർക്ക് ഈ ഒരു ടൈമിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. ഫുൾ ഡാർക്കായി. ഇതാണ് അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ആ ഒരു ലൈറ്റിംഗ് തുടങ്ങുന്ന ഒരു ഏരിയ. വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുക, നടന്നുകൊണ്ട് തിന്നുക, അല്ലെങ്കിൽ ആ ബീച്ച് സൈഡിൽ പോയിരുന്ന് കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത് കണ്ടോ? ഇതിങ്ങനെ ഇവിടെ ഡിന്നർ. അടുത്തത് ഏത് ടൈപ്പ് ഓഫ് പുഴുവിനെയും വണ്ടിനെയും നിങ്ങൾക്ക് വേണം. ഇതുണ്ടോ? 8 വെറൈറ്റി ഓഫ് പുഴു വണ്ടുകളാണ്. ഇപ്പുറത്തെ കുറച്ച് പ്രോൺസ്, ഒരു യെല്ലോ കളറിൽ കണ്ട പ്രോൺസ്, ഇത് പുഴു. അപ്പുറത്ത് കിടക്കുന്നതും പാറ്റ ഏതാണ്ട്. ഞണ്ടും പോയിട്ട് വണ്ട്. വെറൈറ്റി ഓഫ് വണ്ടുകൾ, ഏത് ടൈപ്പ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിതെല്ലാം കണ്ടിട്ട് എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് നടന്നു ആ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ന്യൂ ഇയർ ഇവിടെ ഇങ്ങനെ കൗണ്ട് ഡൗൺ അങ്ങനെ നമുക്കിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകാം. ഇവിടെ ഇപ്പം ഞാൻ പോകുന്നത് ഒരു DJ പാർട്ടി നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്കാണ്. അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ പാർട്ടിയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പോകാം ഫ്രീ ആയിട്ടെന്നല്ല, അവിടെ ഒരു രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പോകാം. പിന്നെ ഉള്ളത് നടക്കുന്നത് സെൻട്രലിൽ നടക്കുന്നുണ്ട്. സെൻട്രൽ പട്ടായ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. സെൻട്രൽ മോൾസ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ചെയിനാണത്. അപ്പം അവിടെ പാർട്ടി നടക്കുന്നുണ്ട്, DJ പാർട്ടി. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഈ സൗണ്ട് കേൾക്കുന്നിടത്തേക്ക് പോകാം. അപ്പം വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഒരു വ്യൂ ആകുമല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റും നൈറ്റ് എങ്ങനെയാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന്. അപ്പം ടീഷർട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, വെറൈറ്റി ഓഫ് ഷോപ്പ്. ഇപ്പം ഞാൻ ആക്ച്വലി നടക്കുന്ന വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെയാണ്. ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു റോഡുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ ഫുട്പാത്തിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്ത് റോഡുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിറച്ച് ഭയങ്കര വലിയ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും 5 സ്റ്റാർ ഹോട്ടൽസും അങ്ങനെയൊക്കെയാണ്. അപ്പം അത് വേണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം ആ സൈഡിലേക്ക് എടുക്കാൻ തന്നെ പറ്റുന്നില്ല, ഭയങ്കര തിരക്കായിട്ടേ നടക്കാൻ പറ്റുന്നത്. ഇത് കണ്ടോ? ഇതിങ്ങനെ വെറൈറ്റി നമ്മുടെ ബിരിയാണി പോലെയൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ബിരിയാണി അല്ല. പിന്നെ ഇങ്ങനെ ഫിഷ് ബോൾ, ചിക്കൻ ബോൾ. ഇത് കണ്ടോ? ചിക്കൻ്റെ കാല് അതേപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഇതിൽ തന്നെ വെച്ചേക്കുക. അത് ചിക്കൻ കാലാട്ടോ, ചിക്കൻ്റെ വിരലുകളാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ? കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സ്.
ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്താ പറയുക, ബീച്ച് സൈഡിൽ ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. ഇവിടെ എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ കുറേ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇരുന്ന് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ബീച്ചിലേക്കൊക്കെ നോക്കിയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കാം. നേരെ ഒരു 100 ബാത്ത് കൊടുക്കുക ഒരു സീറ്റിന്, അവിടെ പോയിരിക്കുക, വെള്ളം അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുക. ഇതുണ്ടോ ഇപ്പോൾ ടൈം 9:25 ഇവിടെ. ഈ സമയത്ത് ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ, ഈ സമയത്താണ് ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ളവരൊക്കെ, ഞാനൊക്കെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 6:37 ആയി. അതേപോലെ തന്നെയാണ് എല്ലാവരും. ഇപ്പം ഞാൻ പരിചയപ്പെട്ട എല്ലാവരും പറയുന്നത് അവർ ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് നേരത്തെ എത്താൻ പറ്റിയില്ല. അപ്പം അവരിവിടെ വരുന്നു, ഒന്ന് ഫ്രഷായി ഇത് ചെയ്യും. ഇതുണ്ട് നമ്മുടെ മോമോസ് പോലത്തെ ഒരു സാധനം കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. പിന്നെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട്. എല്ലാവരും ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങോട്ട് പോകുന്നത്, അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഫുൾ ഇത് സൈഡിൽ നിറച്ച് ഫുഡ് ഐറ്റംസാണ്, പലതരം സ്നാക്കുകളും. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഇവരിങ്ങനെ ഹെവി ആയിട്ട് ഒറ്റയടിക്ക് കഴിക്കില്ല. ഇവരിങ്ങനെ കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ചിക്കൻ ബോൾസ് ഇല്ലേ, നമ്മൾ പിന്നെ ഇതൊക്കെ ചിക്കൻ നഗറ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ അതിങ്ങനെ ആ ഇതിൽ കുത്തി തിന്നോണ്ട് നടക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ. കണ്ടോ, ഇന്ന് വൈകിട്ട് ഇതിപ്പം 30th നൈറ്റിലേ ആയുള്ളൂ. 31st നൈറ്റിലായിരിക്കും കുറച്ചും കൂടെ അടിപൊളി. അത് ഞാൻ ഒന്നും കൂടി നെക്സ്റ്റ് നാളെ ഞാൻ ഇത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. നാളെ ഞാൻ ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമുണ്ട്, കണ്ടോ അപ്പുറത്തെ സൈഡിലത്തെ ഇത് കണ്ടോ, നടന്ന് ഇതുണ്ടോ ഇവിടെ എത്തി. ഭയങ്കര തിരക്ക്. ഇവിടെ ആക്ച്വലി ഒരു DJ ആണ് കേട്ടോ നടക്കുന്നത്, കണ്ടോ, ന്യൂ ഇയർ DJ പാർട്ടിയാണ്.
ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അധിക സമയം അവിടെ നിന്നില്ല, ഭയങ്കര ടയേർഡായി ആക്ച്വലി. അപ്പം ഞാൻ അന്നേരം തിരിച്ച് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് പോവുക. ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഞാൻ ബൈക്ക് ടാക്സി ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ ബൈക്ക് ടാക്സി കിട്ടും. അപ്പോൾ പോകുന്ന വഴിക്ക് ആണ് സെൻട്രൽ മോൾ. എന്നാൽ പിന്നെ സെൻട്രലിലും കൂടെ ഒന്ന് കയറാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുക. അപ്പം ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ലെഫ്റ്റ് സൈഡ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ വലിയ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. ഇവിടെ ഈ സൈഡിൽ റൂം കിട്ടുവാണെങ്കിൽ ഭയങ്കര പൊളിയാ. എന്ന് വെച്ചാൽ നമുക്ക് ഈ നൈറ്റ് നമുക്ക് വിൻഡോസിൽ കൂടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഫയർ വർക്ക്സും അങ്ങനത്തെ ഒക്കെ. അപ്പം ശരിക്കും നാളെ നമുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും നൈറ്റ്. അതായത് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര സൂപ്പറാ. ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറച്ച് ദൂരം നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 1.5 കിലോമീറ്റേഴ്സ് ഞാൻ അവിടുന്ന് നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇങ്ങനെ നടന്ന് അതായത് ഇവിടെ ഭയങ്കര റഷും ട്രാഫിക്കും പിന്നെ ഇത്തവണ അത്യാവശ്യം ഭയങ്കര ചൂടുമാണ് കേട്ടോ. തണുപ്പില്ല തീരെ, ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ അതേ കാലാവസ്ഥ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ അതേ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റഡാ. പക്ഷെ എന്നാലും ചൂടൊരു രക്ഷയില്ല. പിന്നെ ആൾക്കാരോട് കൂടുന്നത് കൊണ്ട് ഭയങ്കര ചൂടാവും. ഇതാണ് സെൻട്രൽ.
തിരിച്ചെൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഞാൻ ബൈക്ക് ടാക്സിയിൽ കയറി. അപ്പം ഇപ്പുറത്തെ സൈഡിലത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് ബൈക്കിലിരുന്നിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ കാണാം. അപ്പം സൈനിങ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോ. അപ്പം നാളെ എല്ലാവർക്കും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഹാപ്പി ന്യൂ ഇയർ.